ഓം ശാന്തി. 10/2/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈശ്വരൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്, രാവണൻ ശത്രുവും. അതിനാൽ നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കുകയും രാവണനെ കത്തിക്കുകയും ചെയ്യുന്നു. ചോദ്യം: ഏതു കുട്ടികൾക്കാണ് അനേകരുടെ ആശീർവാദം സ്വതവേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം: ഏത് കുട്ടികളാണോ ഓർമ്മയിലിരുന്ന് സ്വയം പവിത്രമായിരിക്കുകയും മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കുകയും ചെയ്യുന്നത്, അവർക്ക് അനേകരുടെ ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കും. അവർ വളരെ ഉയർന്ന പദവി നേടുകയും ചെയ്യും. ബാബ നിങ്ങൾ കുട്ടികളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരേ ഒരു ശ്രീമതമാണ് നൽകിയിരിക്കുന്നത്. കുട്ടികളെ, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കാതെ എന്നെ ഓർമ്മിക്കൂ. ഗീതം. അവസാനം ആ ദിവസവും ഇന്ന് വന്നു. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഓം അർത്ഥം ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. നല്ലതും മോശവുമായ സംസ്കാരം ആത്മാവിൽ തന്നെയാണ് ഉള്ളത്. മനസ്സും ബുദ്ധിയും ആത്മാവിൽ തന്നെയാണ് ഉള്ളത്. ബുദ്ധി ശരീരത്തിലല്ല. ആത്മാവാണ് മുഖ്യം. എൻ്റെയാണല്ലോ ശരീരം. ആത്മാവിനെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. ശരീരത്തെ കാണുന്നത് ആത്മാവാണ്. ശരീരത്തിന് ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. ആത്മാവ് പോയിക്കഴിഞ്ഞാൽ ശരീരം ജഡമായി മാറുന്നു. ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. ശരീരത്തെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ ആത്മാവിൻ്റെ അച്ഛനാരാണോ അവരെയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ബാബയെയും കാണാൻ സാധിക്കുകയില്ല. ബാബയെ മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. നമ്മൾ ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. ശരീരത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത് ഇത് സഹോദര സഹോദരങ്ങളാണ്, ഇത് സഹോദരി സഹോദരനാണ്. ആത്മാക്കളെല്ലാം സഹോദര സഹോദരങ്ങളാണ്. ആത്മാക്കളുടെ അച്ഛനാണ് പരമപിത പരമാത്മാവ്. ഭൗതിക സഹോദരീ സഹോദരന്മാർക്ക് പരസ്പരം കാണാൻ സാധിക്കും. ആത്മാക്കളുടെ അച്ഛൻ ഒരാളാണ്. ബാബയെ കാണാൻ സാധിക്കുകയില്ല. അതിനാൽ ബാബ വന്നിരിക്കുകയാണ് പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റാൻ. പുതിയ ലോകം സത്യയുഗമായിരുന്നു. ഇപ്പോൾ പഴയ ലോകം കലിയുഗമാണ്. ഇപ്പോൾ അതിന് മാറണം. പഴയ ലോകം അവസാനിക്കുക തന്നെ വേണമല്ലോ. പഴയ വീട് ഇല്ലാതാകുമ്പോൾ പുതിയ വീട് ഉണ്ടാക്കുമല്ലോ. അതുപോലെ ഈ പഴയ ലോകത്തിനും അവസാനിക്കണം. സത്യയുഗത്തിന് ശേഷം പിന്നീട് ത്രേത, ദ്വാപരം, കലിയുഗം. പിന്നീട് സത്യയുഗത്തിന് തീർച്ചയായും വരണം. ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കണം. ദേവീ ദേവതകളുടെ രാജ്യമാണ് സത്യയുഗത്തിലുള്ളത്. സൂര്യവംശി, ചന്ദ്രവംശി ഇവരെ തന്നെയാണ് ലക്ഷ്മി നാരായണന്റെ കുലത്തിലുള്ളവർ, രാമന്റെയും സീതയുടെയും കുലത്തിലുള്ളവർ എന്ന് പറയുന്നത്. ഇത് സഹജമാണല്ലോ. പിന്നീട് ദ്വാപര കലിയുഗത്തിൽ മറ്റുള്ള ധർമ്മങ്ങൾ വരുന്നുണ്ട്. പിന്നീട് ആരെല്ലാമാണോ പവിത്ര ദേവതകളായിരുന്നത് അവർ അപവിത്രമായി മാറി. ഇതിനെയാണ് രാവണ രാജ്യമെന്ന് പറയുന്നത്. രാവണനെ വർഷാവർഷം കത്തിച്ചു വരികയാണ്. എന്നാൽ രാവണൻ കത്തുകയേയില്ല. പിന്നെയും പിന്നെയും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എല്ലാവരുടെയും വലിയ ശത്രു. അതിനാലാണ് രാവണനെ കത്തിക്കുന്ന ആചാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാരതത്തിലെ ഒന്നാമത്തെ ശത്രു ആരാണ്? പിന്നീട് ഒന്നാമത്തെ മിത്രം സദാ സുഖം നൽകുന്ന ആളാണ് അല്ലാഹു. അല്ലാഹുവിനെ മിത്രമെന്നാണല്ലോ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരു കഥയുമുണ്ട്. അല്ലാഹുവാണ് കൂട്ടുകാരൻ.
രാവണനാണ് ശത്രു. അല്ലാഹുവാണ് കൂട്ടുകാരനെങ്കിൽ ആ കൂട്ടുകാരനെ ആരും കത്തിക്കുകയില്ല. രാവണനാണ് ശത്രു. അതിനാലാണ് 10 തലയുള്ള രാവണനെ ഉണ്ടാക്കി വർഷാവർഷം കത്തിക്കുന്നത്. ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രാമരാജ്യം വേണമെന്ന്. രാമരാജ്യത്തിൽ സുഖവും രാവണരാജ്യത്തിൽ ദുഃഖവുമാണ് ഉള്ളത്. ഇതിപ്പോൾ ആരാണ് മനസ്സിലാക്കി തരുന്നത്? പതിത പാവനനായ ബാബ, ശിവബാബ. ബ്രഹ്മാവാണ് ദാദാ, ബാബ് ദാദയാണ്. ബാബ സദാ സത്യം തന്നെയാണ് പറയുന്നത്. പ്രജാപിത ബ്രഹ്മാവും എല്ലാവരുടെയും ആണല്ലോ. പ്രജാപിത ബ്രഹ്മാവിനെ ആദാം എന്നും പറയാറുണ്ട്. ബ്രഹ്മാവിനെ മുതുമുത്തശ്ശൻ എന്നാണ് പറയുന്നത്. മനുഷ്യ സൃഷ്ടിയിൽ പ്രജാപിതാവാണ് ഉള്ളത്. പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണർ രക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ബ്രാഹ്മണരിൽ നിന്ന് ദേവതയായി മാറുന്നു. ദേവതകളാണ് പിന്നീട് വൈശ്യരും ശൂദ്രരും ആയി മാറുന്നത്. ബ്രഹ്മബാബയെയാണ് പറയുന്നത് പ്രജാപിത ബ്രഹ്മാവ്, മനുഷ്യ സൃഷ്ടിയുടെ മുതിർന്നയാൾ. പ്രജാപിത ബ്രഹ്മാവിന് എത്രയധികം കുട്ടികളാണ് ഉള്ളത്. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സാകാര ബാബയാണ്. ശിവബാബ നിരാകാരനായ ബാബയാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടി രചിക്കുകയാണ് എന്ന് പാടാറുണ്ട്. ഇത് നിങ്ങളുടെ പഴയ വസ്ത്രമാണ്. ഇത് തന്നെയാണ് പതിത ലോകം, രാവണരാജ്യം. ഇപ്പോൾ രാവണന്റെ ആസുരിക ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി തന്നെയാണ് മഹാഭാരത യുദ്ധം. പിന്നീട് സത്യയുഗത്തിൽ ഈ രാവണനാകുന്ന ശത്രുവിനെ ഒരാളും കത്തിക്കുക തന്നെയില്ല. രാവണൻ ഉണ്ടാവുക തന്നെയില്ല. രാവണൻ തന്നെയാണ് ദുഃഖത്തിന്റെ ലോകം ഉണ്ടാക്കിയത്. ആർക്കാണോ ധാരാളം പൈസയുള്ളത്, വലിയ വലിയ കൊട്ടാരങ്ങളുള്ളത്, അവർ സ്വർഗത്തിലാണ് എന്നല്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, ആരുടെ കൈവശം കോടികളുണ്ടെങ്കിലും പക്ഷേ ഇതെല്ലാം തന്നെ മണ്ണിൽ ലയിച്ചു ചേരാനുള്ളവയാണ്. പുതിയ ലോകത്തിൽ പുതിയ ഖനികൾ ഉണ്ടാകുന്നു. അതുപയോഗിച്ച് പുതിയ ലോകത്തിൽ കെട്ടിടങ്ങൾ മുതലായവ ഉണ്ടാക്കപ്പെടും. ഈ പഴയ ലോകത്തിന് ഇനി അവസാനിക്കണം. മനുഷ്യർ ഭക്തി ചെയ്യുന്നത് തന്നെ സദ്ഗതിക്ക് വേണ്ടിയാണ്. ഞങ്ങളെ പാവനമാക്കി മാറ്റൂ, ഞങ്ങൾ വികാരികളായി മാറിയിരിക്കുകയാണ്. വികാരത്തെയാണ് പതീതം എന്ന് പറയുന്നത്. സത്യുഗത്തിൽ തന്നെയാണ് നിർവികാരി, സമ്പൂർണ്ണ നിർവികാരി. സത്യുഗത്തിൽ കുട്ടികൾ യോഗബലത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. വികാരം അവിടെ ഉണ്ടാകുന്നതേയില്ല. ദേഹാഭിമാനവും ഇല്ല. കാമക്രോധം മുതലായ 5 വികാരങ്ങളൊന്നും തന്നെ ഇല്ല. അതിനാൽ അവിടെ ഒരിക്കലും രാവണനെ കത്തിക്കുന്നില്ല. ഇവിടെയാണ് രാവണരാജ്യം. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ പവിത്രമായി മാറൂ. ഈ പതിത ലോകം അവസാനിക്കുകയാണ്. ആരാണോ ശ്രീമത പ്രകാരം പവിത്രമായി മാറുന്നത്, അവരാണ് ബാബയുടെ മതപ്രകാരം നടന്ന് വിശ്വത്തിലെ ചക്രവർത്തി പദവിയുടെ സമ്പത്ത് നേടിയെടുക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നല്ലോ, ഇപ്പോൾ രാവണ രാജ്യമാണ്. ഇത് അവസാനിക്കണം. സത്യുഗി രാമരാജ്യത്തിന്റെ സ്ഥാപന ഉണ്ടാകണം. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ വസിക്കുകയുള്ളൂ. തലസ്ഥാനം ഡൽഹിയിൽ തന്നെ ആയിരിക്കും. അവിടെയാണ് ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത്. ഡൽഹി സത്യയുഗത്തിൽ സ്വർഗമായിരുന്നു. ഡൽഹി തന്നെയാണ് രാജ്യസിംഹാസനമായിരുന്നത്. രാവണ രാജ്യത്തിലും ഡൽഹി തലസ്ഥാനമാണ്. രാമരാജ്യത്തിലും ഡൽഹി തലസ്ഥാനം തന്നെ ആയിരിക്കും. പക്ഷെ രാമരാജ്യത്തിൽ വജ്രങ്ങളുടെയും വൈഡൂര്യങ്ങളുടെയും കൊട്ടാരം ഉണ്ടായിരുന്നു. അളവില്ലാത്ത സുഖമുണ്ടായിരുന്നു.
ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ വിശ്വത്തിലെ രാജ്യം നഷ്ടപ്പെടുത്തി, ഞാൻ നിങ്ങൾക്ക് വീണ്ടും നൽകുകയാണ്. നിങ്ങൾ എൻ്റെ മതപ്രകാരം നടക്കൂ. ശ്രേഷ്ഠമായി മാറണമെങ്കിൽ കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കാതിരിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ കഴുത്തിലെ മാലയായി മാറി പിന്നീട് വിഷ്ണുവിൻ്റെ മാലയായി മാറും. മാലയിൽ മുകളിൽ ഞാനാണ്. പിന്നീടുള്ള 2 പേരാണ് ബ്രഹ്മ സരസ്വതി. അവരാണ് സത്യുഗത്തിലെ മഹാരാജ മഹാറാണിയായി മാറുന്നത്. ബാക്കിയുള്ള മാലകൾ നമ്പർ വയസ്സായി സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെയാണ്. ഞാൻ ഈ ഭാരതത്തെ ബ്രഹ്മ സരസ്വതി ബ്രാഹ്മണരിലൂടെയാണ് സ്വർഗമാക്കി മാറ്റുന്നത്. ആരാണോ പരിശ്രമിക്കുന്നത് അവരുടെ തന്നെയാണ് ഓർമ്മചിഹ്നം ഉണ്ടാക്കുന്നത്. അവർ തന്നെയാണ് രുദ്രമാലയും വിഷ്ണുവിൻ്റെ മാലയും. രുദ്രമാല ആത്മാക്കളുടെയും വിഷ്ണുവിൻ്റെ മാല മനുഷ്യരുടേതും ആണ്. ആത്മാക്കൾക്ക് വസിക്കാനുള്ള സ്ഥാനം നിരാകാര പരംധാമമാണ്. ഇതിനെയാണ് ബ്രഹ്മാണ്ടം എന്നും പറയുന്നത്. ആത്മാവ് അണ്ഡം പോലെയല്ലേ? ആത്മാവ് നക്ഷത്രത്തെ പോലെയാണ്. നമ്മളെല്ലാ ആത്മാക്കളും അവിടെ നക്ഷത്രം പോലെ ഇരിക്കുന്നവരാണ്. ബാബയോടൊപ്പം നമ്മൾ ആത്മാക്കളും വസിച്ചിരുന്നു. അതാണ് മുക്തിധാമം. മനുഷ്യരെല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ തിരിച്ച് ഒരാൾക്ക് പോലും പോകാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും പാർട്ടിലേക്ക് വരിക തന്നെ വേണം. അതുവരേക്കും ബാബ നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവരെല്ലാവരും വരും. പിന്നീട് എല്ലാം അവസാനിച്ചു. നിങ്ങൾ പോയി പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. പിന്നീട് നമ്പർ വയസ്സായി ചക്രം കറങ്ങും. ഗീതത്തിൽ കേട്ടല്ലോ, അവസാനം ആ ദിവസവും ഇന്ന് വന്നെത്തി. നിങ്ങൾക്കറിയാം, ആരെല്ലാമാണോ ഭാരതവാസികൾ ഇപ്പോൾ നരകവാസികളാണ്. അവർ പിന്നീട് സ്വർഗവാസിയായി മാറും. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് പോകും. മനസ്സിലാക്കി കൊടുക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. അല്ലാഹുവായ ബാബയെയും ചക്രവർത്തി പദവിയായ സമ്പത്തും. അല്ലാഹുവിൽ നിന്ന് ചക്രവർത്തി പദവി ലഭിച്ചു. ഇപ്പോൾ ബാബ പറയുകയാണ്, ഞാൻ അതേ രാജ്യം വീണ്ടും സ്ഥാപിക്കുകയാണ്. നിങ്ങൾ 84 ജന്മം അനുഭവിച്ച് ഇപ്പോൾ പതീതമായി മാറിക്കഴിഞ്ഞു. രാവണനാണ് നിങ്ങളെ പതീതമാക്കി മാറ്റിയത്. പിന്നീട് ആര് പാവനമാക്കി മാറ്റും? ഭഗവാനെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പതീതത്തിൽ നിന്ന് പാവനവും പാവനത്തിൽ നിന്ന് പതീതവുമായി മാറിയത്? എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കും. ഇതിനു വേണ്ടി തന്നെയാണ് വിനാശം. ബ്രഹ്മാവിൻ്റെ ആയുസ് ശാസ്ത്രങ്ങളിൽ 100 വർഷമായാണ് കാണിക്കുന്നത്. ഇവിടെ ബാബ ഇരുന്ന് സമ്പത്ത് നൽകുന്ന ബ്രഹ്മാവിൻ്റെയും ശരീരം ഇല്ലാതാകും. ആത്മാക്കളെ ഇരുത്തി ആത്മാക്കളുടെ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. മനുഷ്യനെ പാവനമാക്കാൻ സാധിക്കുകയില്ല. ദേവതകൾ ഒരിക്കലും വികാരത്തിലൂടെ ജന്മമെടുക്കുന്നില്ല. പുനർജന്മത്തിലേക്ക് എല്ലാവരും വരുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഭാഗ്യം ഉണരുന്നതിന് വേണ്ടി ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ വരുന്നത് തന്നെ മനുഷ്യരുടെ ഭാഗ്യം ഉണർത്തുവാൻ വേണ്ടിയാണ്. എല്ലാവരും പതിതരും ദുഃഖിയുമാണല്ലോ. വിനാശമുണ്ടാകുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയും. അതിനാൽ ബാബ പറയുകയാണ്, അയ്യോ അയ്യോ എന്ന് പറയുന്നതിന് മുൻപേ പരിധിയില്ലാത്ത അച്ഛനായ എന്നിൽ നിന്ന് സമ്പത്ത് നേടൂ. ഭാരതത്തിൻ്റെ പതനവും ഭാരതത്തിൻ്റെ ഉയർച്ചയും. ഭാരതം തന്നെയാണ് ഉയരുന്നതും ഭാരതം തന്നെയാണ്
വീഴുന്നതും. ഇതിന്റെ തന്നെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഉയർച്ച. സ്വർഗത്തിൽ ആരെല്ലാമാണ് രാജ്യം ഭരിക്കുന്നത്? ഇത് ബാബ തന്നെ ഇരുന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഭാരതത്തിന്റെ ഉയർച്ച ദേവതകളുടെ രാജ്യം, ഭാരതത്തിന്റെ വീഴ്ച രാവണ രാജ്യം. ഇപ്പോൾ പുതിയ ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സഹജമാണ്! ഇത് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറാനുള്ള പഠിപ്പാണ്. ഇതും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ആരാരിൽ നിന്ന് ധർമ്മം എപ്പോൾ വന്നു? ദ്വാപര യുഗത്തിന് ശേഷമാണ് മറ്റുള്ള ധർമ്മങ്ങളെല്ലാം വരുന്നത്. ആദ്യം സുഖമനുഭവിച്ചു, പിന്നീട് ദുഃഖവും. ഈ മുഴുവൻ ചക്രവും ബുദ്ധിയിൽ ഇരുത്തണമല്ലോ. ഇതിലൂടെയാണ് നിങ്ങൾ ചക്രവർത്തി മഹാരാജാവും മഹാറാണിയുമായി മാറുന്നത്. കേവലം അല്ലാഹുവിനെയും സമ്പത്തിനെയും മനസ്സിലാക്കണം. ഇപ്പോൾ വിനാശം ഉണ്ടാവുക തന്നെ വേണം. യുദ്ധം ഇത്രയും തീവ്രമായി നടക്കും. വിദേശത്തിൽ നിന്ന് വരാൻ പോലും സാധിക്കില്ല. അതിനാലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്, ഭാരതഭൂമി ഏറ്റവും ഉത്തമമാണ്. ശക്തിശാലിയായ യുദ്ധം നടക്കും. അതിലൂടെ അവിടെയുള്ളവർ അവിടെ തന്നെ ഇരിക്കും. 50-60 ലക്ഷം നൽകിയാലും വളരെ പ്രയാസപ്പെട്ടേ വരാൻ സാധിക്കൂ. ഭാരതഭൂമി ഏറ്റവും ഉത്തമമാണ്. ഇവിടെയാണ് ബാബ വന്ന് അവതാരം എടുക്കുന്നത്. ശിവജയന്തിയും ഇവിടെയാണ് ആഘോഷിക്കുന്നത്. കേവലം കൃഷ്ണന്റെ പേര് വെച്ചതിലൂടെ മുഴുവൻ മഹിമയും ഇല്ലാതായി. സർവ മനുഷ്യരുടെയും മുക്തിദാതാവ് ഇവിടെ വന്ന് തന്നെയാണ് അവതാരം എടുക്കുന്നത്. ശിവജയന്തിയും ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത്. ആരാണോ ഗോഡ് ഫാദർ തന്നെയാണ് മുക്തമാക്കുന്നത്. ഇങ്ങനെയുള്ള ബാബയെ നമിക്കണം. ബാബയുടെ ജയന്തി ആഘോഷിക്കണം. ബാബ ഇവിടെ ഭാരതത്തിൽ വന്നാണ് എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നത്. അതിനാൽ ഇത് വളരെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാവരെയും ദുർഗതിയിൽ നിന്ന് മോചിപ്പിച്ച് സദ്ഗതി തരുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്കറിയാം, നമ്മുടെ ബാബ നമ്മളെ ഈ ശരീരത്തിലൂടെ രഹസ്യം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിലൂടെയാണ് കേൾക്കുന്നത്. ആത്മ അഭിമാനിയായി മാറണം. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ കറകൾ ഇല്ലാതാകും. പാവനമായി ബാബയുടെ അടുത്ത് വരും. എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ടോ അത്രയും പവിത്രമായി മാറും. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റുകയാണെങ്കിൽ അനേകരുടെ ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കും. ഉയർന്ന പദവി നേടും. അതിനാൽ പാടാറുണ്ട്, സെക്കൻഡിലാണ് ജീവൻ മുക്തി എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശ്രീമതത്തിലൂടെ പവിത്രമായി മാറി ഓരോ ചുവടും ബാബയുടെ മതപ്രകാരം നടന്ന് വിശ്വത്തിലെ ചക്രവർത്തി പദവി നേടണം. ബാബയ്ക്ക് സമാനം ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവരായി മാറണം. 2. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്ന ഈ പഠിപ്പ് സദാ പഠിച്ചുകൊണ്ടിരിക്കണം. സർവരെയും തനിക്ക് സമാനമാക്കി മാറ്റുവാനുള്ള സേവനം ചെയ്ത് ആശീർവാദം പ്രാപ്തമാക്കണം. വരദാനം: മംഗളത്തിൻ്റെ മനോവൃത്തിയും ശുഭചിന്തക ഭാവത്തിലൂടെയും വിശ്വമംഗളത്തിന് നിമിത്തമാകുന്ന തീവ്ര പുരുഷാർത്ഥി ഭവ. തീവ്ര പുരുഷാർത്ഥി അവരാണ് ആരാണോ എല്ലാവരെ പ്രതി മംഗളത്തിൻ്റെ മനോവൃത്തിയും ശുഭചിന്തക ഭാവവും വയ്ക്കുന്നത്. അഥവാ ആരെങ്കിലും വീണ്ടും വീണ്ടും വീഴ്ത്തുവാൻ ശ്രമിച്ചോട്ടെ, മനസ്സിനെ ഇളക്കട്ടെ, വിഘ്നരൂപമാകട്ടെ.
എന്നാലും താങ്കൾക്ക് അവരെ പ്രതി സദാ ശുഭചിന്തകന്റെ ഇളകാത്ത ഭാവമാകണം. പ്രശ്നങ്ങൾ കാരണം ഭാവം മാറരുത്. ഓരോ പരിസ്ഥിതിയിലും മനോവൃത്തിയും ഭാവവും യഥാർത്ഥമാണ് എങ്കിൽ താങ്കൾക്ക് മേൽ അവരുടെ പ്രഭാവം പതിയുകയില്ല. പിന്നെ ഒരു വ്യർത്ഥ കാര്യങ്ങളും കാണാനേ ഉണ്ടാവില്ല. സമയം മിച്ചപ്പെടും. ഇതാണ് വിശ്വമംഗളകാരി സ്ഥിതി. സ്ലോഗൻ: സന്തുഷ്ടത ജീവിതത്തിന്റെ അലങ്കാരമാണ്. അതിനാൽ സന്തുഷ്ടമണിയായി സന്തുഷ്ടമായിരിക്കൂ. സർവരെയും സന്തുഷ്ടമാക്കൂ. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമായി ഭവിക്കട്ടെ. ഏകമതം അർത്ഥം ഏകതയുടെ അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടി ഉൾക്കൊള്ളുവാനുള്ള ശക്തി ധാരണ ചെയ്യൂ. ഭിന്നതകളെ ഉൾക്കൊള്ളൂ. ഓരോരുത്തരുടെയും വിശേഷതകളെ കാണൂ. കുറവുകളെ തീർത്തും നോക്കേണ്ടതില്ല. ചന്ദ്രനും സൂര്യനും ഗ്രഹണം ബാധിക്കുമ്പോൾ പറയാറുള്ള പോലെ നോക്കാൻ പാടില്ല. നോക്കിയാൽ ഗ്രഹണം ബാധിക്കും. അപ്പോൾ ആരുടെയെങ്കിലും കുറവും ഗ്രഹണമാണ്. അതിനെ ഒരിക്കലും നോക്കരുത്. ഓം ശാന്തി.